പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്ന് ദേവാലയത്തിൽ പോവുകയും ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും സഭയെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും സഭയുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, ഇന്ന് ഉടമ്പടി പ്രകാരം രോഗികളെ കാണാൻ പോകുന്നവരെ, സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ, പത്രം കൊടുക്കാൻ പോകുന്നവർ, അനാഥാലയങ്ങളിൽ പോകുന്നവർ, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം പാലിച്ചു പോകുന്നവരെല്ലാം, അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും വിടുതലുണ്ടാകട്ടെ. പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നമ്മളെ നയിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറക്കുകയും
നിൻ്റെ വഴികളിൽ അവിടെ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഇന്ന് കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ്. എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം, സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, 21 ലക്ഷം ആൾക്കാർ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര 87 തുടങ്ങിയതാണ്. ഇപ്പം എത്രയോ വർഷമായി, 36 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പം 37 വർഷമായിരുന്നു. എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ ഒരു 10-200 ആൾ അല്ലെങ്കിൽ 500 ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മാത്രം ആൾക്കാരെ ഒന്നും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും. ഞാനിത് പറയാൻ കാര്യം, ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം, ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ പ്രശ്നങ്ങളും, അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എന്ന് പറയണത്, ഇപ്പം നൈസയൻ ക്രീഡ്, നിക്കിയ സുനദോസ് വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം, അപ്പം അതിൻ്റെ അകത്ത് വരണത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അതെങ്ങനെയാണ്? ആദിമസഭയിൽ പൗലോസിനുണ്ടായ വെളിപാടാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ധ്യാനങ്ങളിലും എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 10:9, റോമ 10:9, പിന്നെ ലൂക്ക 2:30. ഇപ്പം രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇപ്പം രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കണമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം എന്താണ്? യമനിയമാസന, പ്രാണായാമ, പ്രത്യാസന, നിധിധ്യാസന, സമാധി, അങ്ങനെ ഒരു സമാധിയിലേക്ക് പോകുന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം ഈ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. അപ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള പുതിയൊരു വാതിൽ തുറന്നു വരികയാണ്, സാധ്യതയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആ പ്രശ്നകാലങ്ങളിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കണം. വിശ്വാസത്തെ നമുക്കറിയാം, വിശ്വാസം എന്ന് പറയണത് പലപ്പോഴും ഒരറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസം കേൾവി എന്നൊക്കെ പറയത്തില്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണ്. അപ്പം എന്തെങ്കിലും വിശ്വാസമല്ല ഉള്ളത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളാണ്. ഞാനിത് പറയണ കാരണം, അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം വചനങ്ങളില്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ. ആദ്യം വിശ്വാസം അറിവിൽ നിന്ന് വരണത് കാണാം. എന്തറിവാണ്? വിശ്വാസം കേൾവിയിൽ നിന്ന്. 10:17 റോമ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇത് എൻ്റെ 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്.
പക്ഷേ ഇതാണ് അടിത്തറ ഉറപ്പിച്ചില്ലെങ്കിൽ ഉത്തരവിധാനമൊക്കെ ഇങ്ങനെ വിണ്ടുകീറി വരും. പ്രത്യേകിച്ച് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ. കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഇപ്പം അടിത്തറ എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി എന്താണ്? യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്, പ്രസംഗങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ബേസ് ചെയ്താണ് വിശ്വാസം ഉള്ളത്, അല്ല എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. ഇപ്പം ചില ആൾക്കാർ, ചില സെക്കുലറായിട്ടുള്ള ആൾക്കാർ, ഈവൻ പ്രീസ്റ്റ് പോലും പറയും അച്ഛൻ ചെയ്യണത് ഫെയ്ത്തിസമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വിവരക്കേട് പറയുമ്പോൾ ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ മിണ്ടിയാൽ എനിക്ക് അവർ ഒഫൻഡ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് യൂറോപ്യൻസ് ലോകത്ത് സംഭവിക്കുന്ന ദൈവികമായ ഇടപെടലിനൊക്കെ വിളിച്ച പേര് ഫെയ്ത്തിസം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ പറയും ക്രിസ്തു പോലും ഫെയ്ത്തിസമാണ് ഉപയോഗിച്ചതെന്ന് പറയും. എന്താണ്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. അതായത് വിശ്വാസം എന്ന് പറയണത്, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണത് ആത്മവിശ്വാസം, ആത്മധൈര്യം. ഇപ്പം ആൾക്കാർക്ക് അമ്പിയെക്കൂടി നടക്കത്തില്ലേ? ഒരു വലിയ റോഡൊക്കെ പിടിച്ചുകൊണ്ട് അവർ ബാലൻസ് പോകാതിരിക്കാൻ കമ്പിയെക്കൂടി നടക്കും. സർക്കസുകാർക്ക് അവരുടെ ബാലൻസിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമല്ല, അതിനാണ് ഫെയ്ത്തിസം എന്ന് പറയുന്നത്. അവരുടെ കഴിവിൽ, അവരുടെ മെയ് വഴക്കങ്ങളിൽ, ശീലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം. അങ്ങനെയല്ല. വി ബിലീവ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഐഡിയയിൽ പോലും അല്ല വിശ്വസിക്കുന്നത്. ഇപ്പോൾ മാർക്സിസം ഒരു ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ റെവലേഷൻ എന്ന് പറയുന്നത്, വെളിപാട്. അപ്പോൾ ഈശോ തന്നെ പറഞ്ഞല്ലേ, വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയും, ലൂക്കാ 2:30, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പം റോമ 10:9 നമ്മൾ വായിച്ചേ, 10:9 വായിച്ചേ. ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും. എന്താണെന്നറിയോ? ഇതിപ്പോൾ നിങ്ങൾ ചിലർ പറയുക, ഇപ്പം ഇത് അച്ഛൻ എപ്പോഴും പറയണതാണിത്, ഇത് തന്നെ ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. എന്താണ്? 10:9 വായിച്ചേ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും. അപ്പോൾ ആരാണ് യേശു? യേശു എന്ന് പറഞ്ഞ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം രക്ഷ പ്രാപിക്കണമെങ്കിൽ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വിശുദ്ധിയിലും നീതിയിലും സുവിശേഷ വിഹിതമായി പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിച്ചു കൊള്ളാമെന്ന് നമ്മൾ ദൈവദൃശ്യത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഉടമ്പടി ചെയ്തത് ഒരു മെരിറ്റ്, അമ്മ പ്രത്യക്ഷപ്പെട്ടത് വേറെ മെരിറ്റ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്തും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏത് നിങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാര്യം ഏത് റേഞ്ചിലും ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന ഏത് സങ്കട സാഹചര്യവും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ഉടമ്പടി ചെയ്ത് വിടുതൽ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ 10 ദിവസം 9 ദിവസം സാക്ഷ്യമല്ലേ. എന്തുമാത്രം സാക്ഷ്യങ്ങൾ നമ്മൾ
സമയമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റുന്നുണ്ട്. അപ്പം എൻ്റെ സഹോദരൻ ചെയ്യേണ്ടത്, സാക്ഷ്യം ഇവിടെ പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ നല്ല സാക്ഷ്യമായി മാറുമ്പോൾ ഞങ്ങൾ അവസരം തരും. പക്ഷേ അതുവരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സാക്ഷ്യപ്പെടുത്താം. നിങ്ങളുടെ മൊബൈലിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അവിടെ അനുഭവങ്ങൾ അവരുടെ മൊബൈലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഫേസ്ബുക്കിലേക്കും വീഡിയോ ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടി കർത്താവെ, നീ ഞങ്ങളെ നിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കുക, കർത്താവെ ഞങ്ങളെ അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണമേ. പിന്നെ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഉടമ്പടി എന്ന് പറയുമ്പോൾ 2 കക്ഷികളുണ്ടാവും, ഇല്ലേ? ഉടമ്പടിയിൽ 2 കക്ഷികളുണ്ടാവും. പലപ്പോഴും വിവാഹം ഒരു ഉടമ്പടിയാണ്, അല്ലേ? ഉടമ്പടിയിലും 2 കക്ഷികളുണ്ട്. പക്ഷേ മിക്കവാറും കക്ഷികളെപ്പോഴും തുല്യ കക്ഷികളായിരിക്കും, അല്ലേ? വിവാഹത്തിലായാലും വസ്തു വിൽപ്പനയായാലും എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മുതലിന് വസ്തു അത്രയും തരും. തുല്യ കക്ഷികളാണ് ഉടമ്പടി ചെയ്യുക, കരാറ് ചെയ്യണത്. വിവാഹത്തിലും അങ്ങനെയാണ്. സൗന്ദര്യം കുറവാണെങ്കിൽ സമ്പത്ത് കൂടുതൽ കൊടുക്കും. അങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരും അറേഞ്ച് ചെയ്യണത്. ഇനി സമ്പത്ത് കുറവാണെങ്കിൽ ജോലി വെച്ച് അറേഞ്ച് ചെയ്യും. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടാലിയാക്കി നോക്കിയിട്ടാണ് ആൾക്കാർ വിവാഹം. അത് നിലപാട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളും ദൈവമായിട്ട് ഉദ്ധരിച്ചാൽ മതി. പക്ഷേ അളന്ന് നോക്കുമ്പോൾ സമ്പത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാനദണ്ഡമായിട്ട് എടുക്കണമെങ്കിൽ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലമേ ലഭിച്ചാൽ മതി. സമ്പത്താണ് നിൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡമെങ്കിൽ ആ സമ്പത്ത് തന്നെയായിരിക്കും അതിൻ്റെ മാനദണ്ഡം അവസാനം വരെ. മനസ്സിലായില്ലേ? പക്ഷേ സമ്പത്ത് എത്ര കൂടിയാലും ഇപ്പം ഈ സമ്പത്തിൻ്റെ ഒരു മിനിസ്റ്ററാണ് ഇപ്പോഴേ എയിംസ് ആശുപത്രി ചികിത്സയിൽ കഴിയണത്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ്, അല്ലേ? നിങ്ങൾക്ക് ആളിൻ്റെ പേരൊക്കെ അറിയാം. ഫൈനാൻസ് മിനിസ്റ്ററായിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ മിനിസ്ട്രിയിൽ. അദ്ദേഹം വെൻറ്റിലേറ്ററാണ്. നമുക്ക് ഈ നിമിഷം അദ്ദേഹത്തെപ്പോലെ വെൻറ്റിലേറ്ററായിട്ടുള്ള അനേകം മക്കളുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് മാസങ്ങൾ കിടക്കുന്ന രോഗികളുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് അവർക്കെല്ലാം ശക്തിയും അതിജീവനം ലഭിക്കാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ എത്ര സമ്പത്ത് വന്നാലും ഈ രാജ്യത്തിൻ്റെ തന്നെ ധനകാര്യ മന്ത്രിയായാലും ചില കാര്യം വരുമ്പോൾ നമ്മൾ നിസ്സഹായരാണ്. ഇപ്പം തുടങ്ങിയല്ലത്. അരുൺ ജെയ്റ്റ്ലിയുടെ വിഷയം മാത്രമല്ല, മനുഷ്യൻ്റെ മൊത്തം വിഷയങ്ങളാണ്. ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് ദൈവാശ്രയം ആരംഭിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു സാക്ഷ്യം, ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? അവരോട് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നിൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ഒരേ ഡിസീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ധനകാര്യം വന്ന രോഗവും ആ കുഞ്ഞിൻ്റെ രോഗവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അവർക്ക് എന്താണ് ധനമായിട്ടുള്ളത്? വിശ്വാസമാണ്. അതാണ് വിഷയം. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മളെ ദൈവത്തിൻ്റെ ഈ ഉടമ്പടിയിൽ തുല്യ പങ്കാളിയാക്കണത്. പിടികിട്ടിയ നമ്മൾ ഈ ഉടമ്പടി ചെയ്യുന്ന ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യണ വ്യക്തികൾ എപ്പോഴും ആരായിരിക്കണം? തുല്യ പങ്കാളികളായിരിക്കും. അപ്പോൾ ദൈവത്തോട് തുല്യ പങ്കാളിത്തം ഉണ്ടാക്കാൻ നമുക്ക് മെറിറ്റില്ല, ഇല്ലേ? പക്ഷെ ഉള്ള മെറിറ്റ് എന്താ? വിശ്വാസമാണ്. ഇപ്പം എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തില്ലേ, ഇല്ലേ? എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴേ എന്താണ് എബ്രഹാത്തിന് വന്നിരുന്ന വിഷയം? എബ്രഹാം ദൈവതിരുസന്നിധിയിൽ തുല്യ പങ്കാളിയല്ല, ആണോ? എബ്രഹാം തുല്യ പങ്കാളിയല്ല. അദ്ദേഹം പ്രായം കവിഞ്ഞ ആളാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ടില്ലാത്ത ആളാണ്. അവിടെ നിന്നെല്ലാം ഊറിൽ നിന്ന് നിപ്പുറിൽ നിന്നൊക്കെ അദ്ദേഹം മാറി താമസിച്ചിവിടെ ഹെബ്രോനിൽ വന്നിരിക്കുക. ഇപ്പോൾ സ്വന്തപ്പെട്ടൊരു ബന്ധുക്കളൊന്നും ഇല്ല.
അവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് കുറച്ച് കന്നുകാലികളുമായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. ഇയാളുടെ അടുത്താണ് പറയണത്, അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് പറയും. അപ്പോൾ എബ്രാഹാം ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എബ്രാഹാം പകരം വെക്കണത്, തുല്യ പങ്കാളിയാകണത് എങ്ങനെയാണ്? വിശ്വസിച്ചുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ തുല്യ പങ്കാളിയുടെ വിഷയമുണ്ട്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയായി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളർന്നുകൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിൽ നിന്നാണ് ഈ വിശുദ്ധി ഉണ്ടാകുന്നത്. വിശ്വാസം വളർന്നാൽ ആ വിശ്വാസം ഒരു വ്യക്തിയെ ദൈവത്തിരുസന്നിധി തുല്യ പങ്കാളിയാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാക്കനുസരിച്ചുള്ള ജീവിത രീതികളിലൂടെയാണ്. അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എബ്രാഹത്തിനോട് പറയുന്നത്, നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയിൽ വ്യാപരിക്കുക. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ ഈ ഇപ്പോൾ ഉടമ്പടിയുടെ നടപടിക്രമം അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ ചിലർ മദ്യപാനം അവസാനിപ്പിച്ചു, പലരും കാരുണ്യ പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചു, പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വ്യാപരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് തുല്യ പങ്കാളിയായി നമ്മൾ വിശ്വാസം കൊണ്ടും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയായ വിശുദ്ധി കൊണ്ടും വളർന്നു വരികയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നിങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഉടമ്പടിയിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നടപ്പിൽ വരുത്തുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഉടമ്പടി പ്രകാരം ദൈവതിരുസന്നിധി നമ്മൾ തുല്യ പങ്കാളിയായിട്ട് വരാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ വിശ്വാസവും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയാകുന്ന വിശുദ്ധിയും കൊണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഉടമ്പടി പ്രകാരമുള്ള ഉപവാസം, ഉടമ്പടി പ്രകാരമുള്ള വചന വായന, ഉടമ്പടി പ്രകാരമുള്ള ദാനധർമ്മങ്ങൾ, ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ആകുവായില്ല എന്നുള്ളത് നമുക്കറിയാവില്ല. ദൈവമായിട്ട് ഒരിക്കലും നമ്മൾ തുല്യ പങ്കാളി ആകത്തില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ തന്നെ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, പക്ഷേ വി വിൽ ട്രൈ അല്ല അറ്റ് ദി ലാസ്റ്റ്. അന്ത്യം വരെ നമ്മൾ പരിശ്രമിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വാസത്തിനും വിശുദ്ധിക്കും വേണ്ടി ഉടമ്പടി ചെയ്തവരെ ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമേ. ഇപ്പം സക്കറിയാവിൻ്റെ കാലം വരുമ്പോൾ സക്കറിയായും എന്താ പറയണത്? അങ്ങ് എബ്രാഹവുമായി ചെയ്ത ഉടമ്പടി, അങ്ങയുടെ കാരുണ്യം അങ്ങ് അനുസ്മരിച്ചു എന്നാണ്, അല്ലേ? ലുക്കായുടെ സുവിശേഷം 1:72-73 വചനങ്ങൾ എന്താ പറയണത്? യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള വാഗ്ദാനം നൽകുമ്പോഴും ആ യോഹന്നാൻ മാന്താനായെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകുമ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്നാണ് പറയണത്. ലുക്ക 1:71 സക്കറിയ പ്രവാചകൻ, പുരോഹിതൻ സക്കറിയ ഗീതങ്ങളിൽ പറയണത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പറഞ്ഞു എന്നാണ്. എലിസബത്ത് സംഭവിച്ച പോലെ തന്നെ സക്കറിയായും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയണം. പരിശുദ്ധാത്മാവാണ് പറയണത്. എന്താണ് പറയണത്? തലമുറകൾ തോറും അങ്ങയുടെ കാരുണ്യം അങ്ങ് അനുസ്മരിച്ചു. അങ്ങയുടെ വാഗ്ദാനം എന്താണ്? അങ്ങയുടെ കാരുണ്യമാണ്. ഇന്ന് ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്. കർത്താവ് കാരുണ്യമായിരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് ദൈവം ക്രിസ്തുവായി കാരുണ്യമായിരിക്കുന്നത്. അപ്പം തലമുറകൾ തോറുമാണ് ഈ കാരുണ്യം. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം എബ്രാഹത്തിനോടിലൂടെ മനുഷ്യരാശിയോട് നൽകിയ വാഗ്ദാനമാണ് ജനകോടികൾക്കും ജന്മാന്തരങ്ങൾക്കും ഇന്നും ആയുസ്സും ആത്മശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കർത്താവ് തൻ്റെ കാരുണ്യം വാഗ്ദാനം പാലിക്കുകയാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, ആരാധിക്കയുടെ ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്താ?
ലുക്കാ 1:72-73 നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കാ 1:72 അനുസരിച്ച് കൊണ്ട് പിതാക്കന്മാരോട് അബ്രഹാം മുതലുള്ള പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം. ഈ വാഗ്ദാനം ചെയ്ത കാരുണ്യമാണ് ഉടമ്പടി എന്ന് പറയണത് ആദ്യത്തെ. അതുകൊണ്ടാണ് ലുക്കാ 1:73 പറയുന്നത് നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യവും അവിടുന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ഉടമ്പടിയും അവിടുന്ന് അനുസ്മരിച്ചു. കാലാകാലങ്ങളായാലും ക്രിസ്തുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓർക്കേണ്ടത് എബ്രാഹത്തിന് കൊടുത്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ക്രിസ്തുവിനെ വരെ കിട്ടുന്നത്. കൈയിട്ടിച്ച് കർത്താവില്ല പരിശുദ്ധ പരമദിവ്യ കാരുണ്യം. അപ്പോൾ ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിക്കും. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? നിക്ഷേപം എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം എപ്പോഴും നമ്മുടെ വിശ്വാസം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണ രീതിയിലായിരിക്കും ജീവിതത്തിലെ അനുഭവങ്ങളെ ദൈവം ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് മാതാവിന് കത്ത് എഴുതിയില്ലേ അല്ലേ? ലേമിച്ച് അമ്മൂമ്മ പോകുമ്പോൾ അമ്മനെ ഏൽപ്പിക്കാൻ വേണ്ടി കൊച്ച് എഴുതി കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നിയത്. കുഞ്ഞെന്താ എഴുതിയിരിക്കണമെന്ന് അറിയാമോ? ഈശോയുടെ അമ്മേ, എൻ്റെ പപ്പായ്ക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ചോറ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ കത്ത് വായിക്കണം. അവർ എൻ്റെ മുറിയിരുന്ന് അത് വിശദീകരിച്ചത് അത് പറഞ്ഞു കൊടുത്ത്. ആ കുഞ്ഞിൻ്റെ ഭാഷയാണത്. ഞങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ പപ്പായ്ക്ക് ജോലി കൊടുക്കണം, ഞങ്ങളെ 3 പേരെയും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പപ്പായ്ക്ക് ജോലി കൊടുക്കണം. അതാണ് അമ്മയ്ക്ക് കത്ത്. അമ്മയ്ക്ക് കത്ത് എഴുതുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള എന്താ? സ്നേഹവും വിശ്വാസവും. 24 മണിക്കൂറിനുള്ളിൽ അമ്മ മറുപടി പറഞ്ഞ് സ്തുതിയുടെ ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടി പ്രകാരം ബൈബിള് വായിക്കും. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കുഞ്ഞിൻ്റെ സ്നേഹവും ആ കുഞ്ഞിൻ്റെ വിശ്വാസവുമാണ് നമ്മളെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത്. എന്നിട്ട് ബൈബിൾ എടുക്കുമ്പോൾ തന്നെ പറയാം, കർത്താവേ, അങ്ങയുടെ വചനങ്ങളെല്ലാം സ്നേഹത്തോടെ വായിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വചനങ്ങളെല്ലാം വിശ്വാസത്തോടെ വായിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ചുമ്മാ എടുത്ത് ഉടനെ വായിക്കരുത്. ദൈവം ലൈനിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിന് കുറച്ച് നേരം വെറുതെ ഇരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് ലൈനിലുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ എന്താണ് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഒരു അനക്കം കേൾക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇതുപോലെ തന്നെയാണ് വചനം വായിക്കുന്നത്. വചനം വായിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി വെറുതെ ഇരിക്കണം. ഇത്തിരി നേരം, ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡൊക്കെ വെറുതെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ഒരു അവയർനെസ്സിലേക്ക് വരണം. എന്താണ്? ഞാൻ ദൈവത്തിരുസന്നിധിയിൽ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കുകൾ വായിച്ച് കേൾക്കുകയാണ്. ഞാൻ ദൈവത്തെയാണ് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുമ്പോൾ എന്ത് വേണം? നമ്മളെ ദൈവത്തെയാണ് കേൾക്കണത്. ഇന്നിപ്പോൾ ഈ മൊബൈലിലൊക്കെ ഉള്ള കാരണം എന്തൊരു അനുഗ്രഹമാണ്. ബൈബിൾ മൊത്തം മൊബൈലുണ്ട്. അപ്പോൾ പുസ്തകം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വെറുതെ ബസ്സിൽ ഇരുന്നുകൊണ്ട് ബൈബിൾ നോക്കിയെടുത്താൽ മതി. വായിക്കുക. എത്ര നേരം വേണമെങ്കിൽ നമുക്ക് വായിക്കാം. നമുക്ക് വേണമെങ്കിൽ വായിച്ച് കേൾക്കുകയും ചെയ്യാം. ഇയർഫോൺ ഉണ്ടെങ്കിൽ ഹിയറിംഗ് ബൈബിൾ അപ്ലോഡ് ചെയ്ത് കേൾക്കാം. ചെറുപ്പക്കാർക്കൊക്കെ ഒത്തിരി സൗകര്യങ്ങളാണ് ഇന്നുള്ളത്. അതവർ പ്രയോജനപ്പെടുത്തണം ശരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. വചനം നമ്മൾ വായിക്കുമ്പോൾ വചനം വായിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവ ഉദ്ദേശം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം വചനം വായിക്കാൻ. ദൈവത്തിന് പല ഉദ്ദേശമുണ്ട്. അല്ല, ഒരു ഉദ്ദേശം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇപ്പം യോഹന്നാൻ 15:3 വായിക്കണത് എന്താണ് എന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അത് ഒന്ന് എത്ര കാലം കഴിഞ്ഞാലും വിശുദ്ധിക്കൊന്നും കാലഹരണപ്പെടത്തില്ല. എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈ നാഥാനിയേൽ എന്ന് പറഞ്ഞൊരാളുണ്ട് ബൈബിളിൽ, അല്ലേ? ഫിലിപ്പോസാണ് ഈ നാഥാനിയേലിനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. നാഥാനിയേലിനെ കാണുമ്പോൾ ഈശോ ഒറ്റ നോട്ടത്തിൽ ഒരേ ശ്വാസത്തിലൊരു കാര്യം പറയും. യോഹന്നാൻ 1:48 എന്താ പറയണത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് നല്ല ഒരു കമൻ്റാണെന്ന് പറയും. പക്ഷെ കമൻ്റല്ല, അതിൽ വലിയൊരു കാര്യമുണ്ട്. ഇതാ ഒരു യഥാർത്ഥ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എന്താ സംഭവം എന്നറിയാമോ? നമ്മൾ ഇസ്രയേൽ എന്ന് വിളിക്കുന്നത് ആരെയാണ്? യാക്കോബിനെയാണ്, അല്ലേ? പഴയ നിയമത്തിൽ യാക്കോബിനാണ് ഇസ്രയേൽ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. അയാളിൽ ചില കാപട്യം ഉണ്ടായിരുന്നു. എന്താണ് അയാളുടെ കാപട്യം? ഏശാവായിരുന്നു ഇസഹാക്കിൻ്റെ മൂത്ത മകൻ. അപ്പോഴേ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ദൈവദത്തമായ ഫസ്റ്റ് ബോണിൻ്റെ റൈറ്റുണ്ട്, ആദിജാതൻ്റെ അവകാശം, ദൈവിക അവകാശമാണ്. അതാ മൂത്തവന് കിട്ടേണ്ട അവകാശം കള്ളത്തരത്തിൽ അടിച്ചു മാറ്റിയ ആളാണ് യാക്കോബ്. യാക്കോബ് എന്താ ചെയ്തത്? യാക്കോബ് യേശാവിൻ്റെ പോലെയുള്ള വേഷപ്രചനം നടത്തി. യേശാവിന് മുഴുവൻ ശരീരത്തിൽ പൂടയും രോമമുള്ള ആളായിരുന്നു. അപ്പോൾ എൻ്റെ മകനെ, അപ്പൻ്റെ കണ്ണൊക്കെ മങ്ങുന്നു, അപ്പൻ യാത്രയാകാൻ സമയമായി, നീ വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുവന്ന് പാകം ചെയ്ത് എനിക്ക് താ, ഞാൻ ഭക്ഷിച്ചാനന്ദിച്ച് ആ സന്തോഷത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കാം, ആദിജാതൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ യേശാവ് ആത്മാർത്ഥത കൊണ്ട് വേട്ടയാടാൻ പോയപ്പോൾ മറ്റവൻ എന്ത് ചെയ്ത്, തൊഴുത്തിൽ നിന്നൊരു ആടിനെ എടുത്തിട്ട് യേശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് കെട്ടി, തൊഴുത്തിൽ നിന്ന് ആടിനെ പാകം ചെയ്തിട്ട് യേശാവിൻ്റെ ഉടുപ്പെടുത്ത് ശരീരത്തിൽ ധരിച്ചിട്ട് ഭക്ഷണമായിട്ട് യാക്കോബിൻ്റെ അടുത്ത് വന്നു. ഓ എൻ്റെ മകനെ, നിനക്ക് ഇത്ര പെട്ടെന്ന് മൃഗത്തെ കിട്ടിയോ? അപ്പോൾ പറഞ്ഞ് അങ്ങയുടെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. കള്ളത്തരം പറഞ്ഞാൽ തൊഴുത്തുനിന്ന് അടിച്ചു മാറ്റിയതാ. കാപട്യം കണ്ടില്ലേ? പക്ഷേ കണ്ണ് കാണാൻ പാടില്ലാത്തത് കൊണ്ട് അപ്പൻ അബദ്ധം പറ്റി. കണ്ണ് കാണാൻ പാടില്ലാത്ത അപ്പന്മാർക്ക് ഇന്ന് അബദ്ധം പറ്റണുണ്ടല്ലോ, ഇല്ലേ? മക്കൾക്ക് പല രീതിയിലല്ലേ വിളമ്പി കൊടുക്കണത്. മക്കൾക്ക് ഭാഗവടമ്പടി ചെയ്യുമ്പോഴേ ചിലക്ക് ചിറ കൊടുക്കും, ചിലക്ക് വെള്ളം കൊടുക്കും, ചിലക്ക് നല്ല പുരിടം കൊടുക്കും. കണ്ണ് കാണാത്ത അപ്പന്മാർ ഇന്നും ഇതുപോലെയുള്ള ഒരു പന്തിയിൽ പല വിളമ്പുന്നുണ്ട്. അപ്പം ദൈവം ഒന്നും മറന്നു കളയത്തില്ലെന്നുള്ള സൂചനയാണ് കർത്താവിൻ്റെ വാക്കിൽ നിന്ന് വരണത്. നിങ്ങളതിൻ്റെ പേരിൽ അപ്പന്മാരുടെ കരുത്തേക്ക് കയറാൻ നിൽക്കണ്ടേ. എന്ത് സംഭവം അറിയാവോ? നമ്മുടെ അപ്പൻ ആരാണ്? ആരാണ്? ദൈവം. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ ആരെയും അപ്പനെന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് അപ്പൻ ആൻ്റപ്പ എന്ന് വിളിക്കരുതേ. പക്ഷേ ആരോട് എന്താ, നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ അപ്പന്മാരിൽ നിന്ന് കുറവ് വന്നു പോയാൽ അത് പരിഹരിക്കാൻ മരിക്കാത്ത അപ്പനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. സ്തുതിയുടെ ഹല്ലേലൂയ. മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് 10:23. നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. അതിൻ്റെ അർത്ഥം എന്തറിയാവോ? നിൻ്റെ പിതാവിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും മുറിവോ സങ്കടമോ ഉച്ചനീചത്വമോ പക്ഷപാതമോ എന്നോട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ മരണം വരെ പിതാവിനെ മാനസികമായി പീഡിപ്പിക്കുവാനും ഞെരുക്കുവാനും തുടങ്ങിയാൽ നീ ദൈവത്തെ പിതാവെന്ന് തിരിച്ചറിയുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പനെ കണ്ണ് കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ്, കാണേണ്ടതുപോലെ കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്. പക്ഷേ കണ്ണെപ്പോഴും തുറന്നിരിക്കുന്ന അപ്പനാണ് നിൻ്റെ യഥാർത്ഥ അപ്പനെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ. ശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഉടമ്പടി സന്തതികൾ അപ്പനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പരിഭവം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മാപ്പാക്കുന്നു അല്ലേ? നമ്മളിനി അപ്പനോട് പരിഭവവും പരാതിയും ഒന്നും കാണിക്കത്തില്ല. ആരുടെ പേരിലാണ്? ഈശോൻ്റെ പേരിൽ. അപ്പം നമ്മൾ വിശുദ്ധീകരിച്ചില്ലേ? ഇതിനാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. വിശുദ്ധീകരിക്കുമ്പോൾ എന്നാ സംഭവിക്കണമെന്ന് അറിയാവോ? കാര്യം ആത്യന്തികമായിട്ട് ഇതെല്ലാം നൽകാൻ യേശാവിനെ പാട്ടിലാക്കാൻ വേണ്ടി അവസാനം യാക്കോബ് ധനികനായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് 40 പശുക്കൾ, അതുപോലെ തന്നെ 400 ആടുകൾ, ചെമ്മരി ആടുകൾ, 400 കോലാടുകളെല്ലാം കിട്ടി. ലാബാൻ്റെ കുറേ സ്വത്ത് അടിച്ചും മാറ്റി പുള്ളിക്കാൻ. അവിടെ വെച്ചെന്നിട്ട് അടിപ്പാണ് നടത്തിയത്. ലാബാൻ എന്ന് പറഞ്ഞാൽ അമ്മാവനാണേ. അമ്മാവൻ്റെ വീട്ടിൽ ചെന്നിട്ടും പല തരികിട പരിപാടികളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കുക, ഇതൊന്നും ദൈവം അംഗീകരിക്കണില്ലെന്ന്. തരികിട പരിപാടികളൊന്നും അംഗീകരിക്കണില്ല. കർത്താവിൻ്റെ കാലം വരുമ്പോഴും നാഥാനിയലിനെ കണ്ടപ്പോൾ യാക്കോബിനുള്ള പാരപണികളെ കണ്ടില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? പണ്ട് ചെയ്തൊരു വിഷയമാണ്, കാപട്യം കാണിച്ചതാണ്. യേശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് അവനെ പറ്റിച്ച കാപട്യം കാണിച്ചതാണ്. പക്ഷേ കർത്താവിൻ്റെ മനസ്സിൽ നിന്ന് അത് മാറണില്ല. കർത്താവ് വരുമ്പോഴേ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വചനമില്ലേ? 5:22 യോഹന്നാൻ 5:22 വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൻ്റെ കാലത്ത് ചെയ്തതാണെങ്കിലും പുത്രൻ്റെ കാലം വരുമ്പോഴും കർത്താവ് ഒരു തീരുമാനമെടുത്തു. എന്താണ്? യാക്കോബിൻ്റെ കാപട്യം തന്നെ. കാര്യം എന്താണ്? അവനെയാണ് വിധിക്കാൻ അധികാരം. അപ്പോൾ വിധിക്കാൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാഥാരിയൻ്റെ വേഷത്തിൽ യാക്കോബിന് നിൽക്കേണ്ടി വരുമെന്ന് വിശ്വാസം തിരിച്ചറിയണം. കൈ അടിച്ച് കർത്താവ് ഇങ്ങനെയാണ് വചനം കേട്ടിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ യാക്കോബിന് നാഥാനിയൻ്റെ വേഷത്തിൽ വിദ്യാളൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉടമ്പടിയിൽ നമ്മൾ വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. വചനം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്കെന്ത് കിട്ടുന്നത്? അടയാളം കിട്ടുന്നത്. അടയാളം നമ്മുടെ അവകാശമാണ്. ആരുടെ അവകാശം? വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ അവകാശമാണ് അടയാളം. സ്തുതികളെ ഹല്ലേലൂയ. എന്തിനാണ് വിശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനാണ് സംസാരിച്ചത്? വിശുദ്ധീകരണത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം തുല്യ പങ്കാളിയായി മാറുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും തുല്യ പങ്കാളികൾ തമ്മിൽ ചെയ്യണ കാര്യങ്ങളാണത്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ വചനം കേട്ട് വചനത്തെ വിശുദ്ധീകരിച്ച് വചനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തീകരിച്ച് വിശ്വാസത്തിന് പ്രവൃത്തികൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് തുല്യ പങ്കാളികളായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനം കേട്ട് വചനം ഗ്രഹിച്ച് വചനം ജീവിച്ച് വചനത്തിന് സാക്ഷിയായി അടയാളത്തിന് അവകാശിയായി തുല്യ പങ്കാളിയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ.